ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പവിത്രം സീസൺ 2 ഇനി വരാനിരിക്കുന്ന ഒരു അപ്കമിങ് വിശേഷം കേട്ടാലോ. നമ്മുടെ വീഡിയോസ് ഒക്കെ കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നു പോകണ്ട. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് പുതിയ വിശേഷത്തിലോട്ട് പോകാം. അങ്ങനെ നമ്മുടെ ഗൗരിമോളെ നോക്കാനായിട്ട് നമ്മുടെ വിക്രം വരെയാണ് കേട്ടോ. നമ്മുടെ തരുൺ എങ്ങനെയാണോ മനസ്സിൽ ആഗ്രഹിച്ചത് അതുപോലെയുള്ളൊരു വ്യക്തി തന്നെ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെടുന്ന അവളുടെ രീതിക്കൊക്കെ അനുസരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വിക്രം എന്ന് തരുണിന് മനസ്സിലാവുന്നത്. കാരണം വന്ന പാടെ തന്നെ ഒരു വാട്ടർ ഗണ്ണൊക്കെ എടുത്ത് നമ്മുടെ വിക്രത്തിന്റെ നെഞ്ചത്ത് ഒരു വെടിയൊക്കെ വെക്കുന്നുണ്ട്. ആ മോക്കൊരു സന്തോഷത്തിനായിട്ട് വിക്രം ആ റിയാക്ഷനൊക്കെ കാണിക്കുന്നു. ഓ, വെടി കൊണ്ട് ദേ ഞാൻ വീണു. അതൊക്കെ കണ്ടിട്ട് തരുൺ അതിശയിച്ച് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യങ്ങളും തരുൺ ഉദ്ദേശിച്ചതുപോലെ ആവേണം. അപ്പൊ ഇതിൽ വരുന്നൊരു ട്വിസ്റ്റ് എന്ന് പറയണത്, നമ്മുടെ തരുണും നമ്മുടെ വേദയും എല്ലാ ആഴ്ചയിലും വീക്കെൻഡിലാണ് അവർ വരുന്നത്. അപ്പോ ഈ വിക്രം വന്നതും നമ്മുടെ വേദ ഫസ്റ്റ് ടൈം കാണുന്നില്ല. കാരണം വെച്ചാൽ ഇവര് പോയി വരണതും, കാരണം ഇവര് ഒരാൾ വരുന്ന സമയം അനുസരിച്ച് വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് വിക്രം അങ്ങ് പോവുകയാണ്. അപ്പം വേദയ്ക്ക് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല വിക്രമിനെ. അപ്പൊ ആ ഒരു ട്വിസ്റ്റ് ഇതിൽ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാണുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെ നമ്മളെ ഗൗരിമോളുടെ എല്ലാ കാര്യങ്ങളും നല്ല സ്വന്തം ഒരു കൂട്ടുകാരനെ പോലെ, അല്ലെങ്കിൽ ഒരു അച്ഛനെ പോലെ, ഒരു 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 പ്രത്യേക രീതി തന്നെ വിക്രം എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഗൗരിമോക്ക് പിന്നെ വിക്രത്തിനോട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴും ഫുൾ ടൈം എൻ്റെ കൂടെ ഉണ്ട്, എല്ലാ കളിക്കും എല്ലാത്തിനും വിക്രം കൂടെ ഉള്ളത് കൊണ്ട് അങ്കിളിനെ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് നമ്മുടെ ഗൗരിമോക്ക്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ദേവരാജൻ, നമ്മുടെ പുതിയ വില്ലനായിട്ട് നമ്മുടെ വേദിയുടെയും തരുണിന്റെയും ജീവിതത്തിലോട്ട് കടന്നു വരികയാണ് അല്ലെ. അപ്പൊ ദേവരാജൻ ഇതിനിടയിൽ പല കളികളും കളിക്കുന്നുണ്ട്. പക്ഷെ ദേവരാജൻ അറിയുന്നുണ്ട് ഇവരുടെ കൂടെ, അതായത് വേദയുടെ കൂടെയും തരുണിന്റെ കൂടെയും ഇപ്പൊ മകൾ ഇല്ല എന്നുള്ളത്. അങ്ങനെ ദേവരാജന്റെ ഗുണ്ടകള് ഈ മകൾ എവിടെയാണ് എന്നുള്ളതൊക്കെ കണ്ടറിഞ്ഞു കഴിഞ്ഞിട്ട് മകളെ അപായപ്പെടുത്താനുള്ള ചില ശ്രമങ്ങളൊക്കെ നടത്തുകയാണ്. അപ്പൊ ഇതിനിടയിൽ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ വേദ വിക്രത്തിനെ കാണുന്നുണ്ട്. വേദയുടെ കണ്ണുകളെ പോലും വേദയ്ക്ക് വിശ്വസിക്കാനായില്ല. കാരണം വേദ കണ്ടായിരുന്നു വിക്രത്തിനെ ഈ നാട്ടിൽ വന്നപ്പോൾ റോഡില് ഗുണ്ടകളെ കൂടെ അടിയുണ്ടാക്കുന്ന വിക്രത്തിയാണ് വേദ കണ്ടയ്ക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം. പക്ഷെ ഇങ്ങനെ ഒരു റോളായിട്ട് വിക്രം ഇവിടെ വീട്ടില്, അതും സ്വന്തം അച്ഛൻ തന്നെ സ്വന്തം മകളെടുത്ത്, ആ ഒരു ഫീലിങ്സ് വേദയ്ക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ വിക്രമും വേദയെ കാണുകയാണ്. അതായത് ഈ വീട്ടിൽ വിക്രത്തിന് വിശ്വസിക്കാനാവണില്ല. അപ്പോ വിക്രം ഇത്രയും നാളും താൻ എവിടെയാണെങ്കിലും, താൻ ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് വേദ എവിടെയാണെങ്കിലും തന്നെ തേടി വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് നമ്മുടെ വിക്രം ഇരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തട്ടുടച്ചുകൊണ്ട് തന്നെയാണ് വിക്രത്തിന്റെയും വേദയുടെ ആ മീറ്റിംഗ്. അപ്പോൾ വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട്, അതായത് ഇത്രയും നാളും വേദ തൻ്റെ കൺമുന്നിൽ നിന്ന് മാറി നിന്നെങ്കിലും ഇപ്പോൾ വേദ വേറൊരു ജീവിതത്തിലോട്ട് കടന്നു. അതായത് വേദയ്ക്ക് ഒരു ഭർത്താവും ഒരു കുഞ്ഞും ഒരു പുതിയ ജീവിതം, അതിൻ്റെതായ പദവിയും കാര്യങ്ങളൊക്കെ. വിക്രത്തിന് വിശ്വസിക്കാനായില്ല. ഒരു നിമിഷം വിക്രം വല്ലാണ്ടായിപ്പോയി കേട്ടോ. ആ ഒരു കൂടിക്കാഴ്ചയോടുകൂടി വേദയും ഞെട്ടലോടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു, തരുണിന്റെ അമ്മയ്ക്ക് പോലും അറിയില്ലായിരുന്നു ഈ വേദയുടെ ഹസ്ബൻഡാണ് വിക്രമായിട്ട് ഇവിടെ വന്നിക്കുന്നതെന്നും ബോഡി ഗാർഡായിട്ട് നിൽക്കുന്നതെന്നുള്ള കാര്യമൊന്നും. അങ്ങനെ നമ്മുടെ വേദ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ നിൽക്കണം. അങ്ങനെ മോളെ അവിടെ നിർത്തിയിട്ട് വിക്രം കിടക്കുന്ന ക്വാർട്ടേഴ്സിലോട്ട് അവിടെ തന്നെ പോവാണ് കിടക്കാനായിട്ട്. അപ്പം വേദയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായി. വിക്രം അവിടെ ചെന്നിരുന്നിട്ട് വിക്രമിന് വിശ്വസിക്കാനാവുന്നില്ല. കാരണം തൻ്റെ വേദയാണോ, താൻ ഇത്രയും നാളും കാത്തിരുന്ന തൻ്റെ വേദയാണോ താൻ ഈ കണ്ടത്, അവൾ എന്നിൽ നിന്നും പോയോ എന്നുള്ളത്. ഒടുവിൽ കുറെ കരഞ്ഞ ശേഷം വിക്രം മനസ്സിലാലോചിക്കുകയാണ്, ഒരു കണക്കിന് വേദയ്ക്ക് അവളുടെ ജീവിതവും അവളുടെ പൊസിഷനും വെച്ച് നോക്കുകയാണെങ്കിൽ വെറും ഗുണ്ടയായ എന്നെ പോലെ ഒരാൾ ഒരിക്കലും ചേരില്ല. വേദയ്ക്ക് ചേർന്ന ഒരാൾ തന്നെയാണ് തരുൺ എന്നുള്ളത്, അവരുടെ മകൾ, അവരുടെ ജീവിതം എന്നുള്ള രീതിയിൽ. അങ്ങനെ വിക്രം വീണ്ടും വിക്രത്തിന്റെ ജോലി തുടരുകയാണ്. പക്ഷെ ഇതിനിടയിൽ വേദയ്ക്ക് വല്ലാത്തൊരു ഞെട്ടലായിരുന്നു. കാര്യം വേറൊന്നുമില്ല. കാരണം ഇനി എങ്ങനെ താന് ഈ സത്യങ്ങളൊക്കെ വിക്രത്തിനോട് പറയും. പെട്ടെന്നൊരു കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും വിക്രം
എടുത്തൂല്ല എന്നുള്ളത് വേദയ്ക്ക് മനസ്സിലായി. ഇത് നമ്മുടെ കുഞ്ഞാണ് എന്നുള്ളത് വിശ്വസിക്കാൻ വിക്രമിന് പ്രയാസമായിരിക്കും. അപ്പൊ വേദ മനസ്സിലാലോചിച്ചു വിക്രത്തിനോട് എങ്ങനെയെങ്കിലും സംസാരിക്കണം. അങ്ങനെ വേദ വിക്രത്തിനോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും വിക്രം അത് ഒഴിഞ്ഞു മാറി കേട്ടോ. അത് വേദയ്ക്ക് നന്നായിട്ട് മനസ്സിലായി വിക്രം തന്നിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെന്ന്. അങ്ങനെ ആ വീക്ക് കഴിഞ്ഞ് അടുത്ത ജോലിക്കായിട്ട് പോകാൻ നിൽക്കുമ്പോൾ തരുൺ വേദ വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ വേദ പറയുന്നുണ്ട്, ഇല്ല തരുൺ, ഞാൻ 2 ദിവസം വരുന്നില്ല, എനിക്കിവിടെ 1, 2 പേരെ കാണാനുണ്ട്. ആരെയാന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് പേഴ്സണലി കാണേണ്ടവരാണെന്നൊക്കെ പറയും. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് തരുൺ ജോലിക്ക് പോവാണ്. ഈ സമയം നമ്മുടെ വേദ വിക്രത്തെ കാണാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വിക്രം മുഖം പോലും കൊടുക്കുന്നില്ല കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഇനിയിപ്പോ വിക്രം കാരണം വേദയുടെ ജീവിതത്തിന് അതൊരു ബുദ്ധിമുട്ടാവണ്ട, ഇവിടെ പലരും അറിയണ്ട. അങ്ങനെ വേദയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ വേദയുടെ അച്ഛൻ ശങ്കരനാരായണനെ വിളിക്കുകയാണ്. അപ്പൊ ശങ്കരനാരായണനെ വിളിച്ചിട്ട് വേദ ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്താണ് എൻ്റെ കോള് പോലും എടുക്കാൻ ബുദ്ധിമുട്ട്, എന്നെ അവോയ്ഡ് ചെയ്യുന്ന എന്തിനാണ്? അപ്പോൾ ശങ്കരനാരായണൻ ചോദിക്കും, എന്തിനാണ് മോളെ നമ്മൾ തമ്മിൽ ഇനി ഒരു കൂടിക്കാഴ്ച? അച്ഛൻ എന്തൊക്കെയാ ഈ പറയണേ? ഞാൻ അച്ഛൻ്റെ മകളാണ്, അത് അച്ഛൻ ആലോചിക്കുന്നില്ല. ആയിക്കോട്ടെ, നിനക്കിപ്പോൾ ഒരു കുടുംബം, ഭർത്താവ്, കുട്ടി ഒക്കെ ഉണ്ട്. വേദ അങ്ങ് അന്താളിക്കുന്ന, അച്ഛൻ എന്തൊക്കെയാ ഈ പറയണത്? എനിക്ക് അച്ഛനെ നേരിട്ട് കാണണം, അച്ഛൻ എത്രയും പെട്ടെന്ന് പറയുന്ന സ്ഥലത്ത് വരാൻ പറയണ. അങ്ങനെ ശങ്കരനാരായണൻ വേഗം തന്നെ നമ്മുടെ വേദ പറഞ്ഞ സ്ഥലത്ത് വരെയാണ്. അങ്ങനെ വേദ അച്ഛനുമായിട്ട് സംസാരിക്കണം. അച്ഛൻ എന്താണ് കുറച്ച് നാളായിട്ട് എൻ്റെ കോൾ എടുക്കുന്നില്ല, എന്നെ അവോയ്ഡ് ചെയ്യും പോലെയൊക്കെ സംസാരിക്കണേ, എനിക്കൊരു സപ്പോർട്ട് പോലും അച്ഛൻ തരുന്നില്ലല്ലോ, എന്താ അച്ഛൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു തെറ്റ് ചെയ്തില്ല മോളെ, നീ എടുത്ത തീരുമാനം ചിലപ്പോൾ ശരിയായിരിക്കാം, നിന്റെ ജീവിതം അത് നീ തന്നെ തിരഞ്ഞെടുത്തതല്ലേ. അപ്പോൾ പറഞ്ഞു, അച്ഛൻ ഇത് എന്തറിഞ്ഞിട്ടാ? അപ്പോഴാണ് ശങ്കരനാരായണൻ പറഞ്ഞത്, ഞാൻ ഒരു ദിവസം നിന്നെ വിളിച്ചപ്പോൾ ഒരു സ്ത്രീയാണ് നിന്റെ കോൾ എടുത്തത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അതായത് വേദയ്ക്ക് ഇപ്പോൾ വേദയുടേതായിട്ടുള്ള നല്ലൊരു പൊസിഷനും കാര്യങ്ങളുണ്ട്, അവൾക്കൊരു ഭർത്താവുണ്ട്, ഒരു കുഞ്ഞുണ്ട്, അതിൻ്റെ ഇടയിലോട്ട് ഇനി പഴയ ആ ഒരു ബന്ധങ്ങളൊന്നും പറഞ്ഞു വരരുത്, സ്വന്തം അച്ഛനായ നിങ്ങളാണെങ്കിലും അതിലേക്ക് ഇനി ശ്രമിക്കരുത്, അവളുടെ മനസ്സിൽ ആ ഓർമ്മകളൊന്നും വരുത്തരുത് എന്നൊക്കെ പറഞ്ഞ കാര്യം. അതായത് തരുണിൻ്റെ അമ്മ അന്നൊരു കോൾ എടുത്ത് സംസാരിച്ചിരുന്നല്ലോ, ആ കാര്യങ്ങളൊക്കെ പറയണം. വേദ ഞെട്ടിത്തെറിക്കുകയാണ്. കാരണം ഇത്രയും സപ്പോർട്ട് ചെയ്ത തൻ്റെ സീതമ്മ, അതായത് തരുണിൻ്റെ അമ്മ ഇങ്ങനെ ഒരു ചതി ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ ചെയ്യുമെന്ന് കരുതിയില്ല. അങ്ങനെ വേദ സത്യങ്ങളൊക്കെ പറയണം. അതായത് തരുണിൻ്റെ ഭാര്യ രാധിക അന്ന് ഞാൻ അഡ്മിറ്റ് ആയ അതേ ഹോസ്പിറ്റലിൽ ഡൽഹിയിൽ വെച്ച് തന്നെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ മാസം തികയും മുമ്പ് അവർക്കെന്തോ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ട് അവർ മരിക്കുകയാണ്. ഒപ്പം ആ കുഞ്ഞും മരിച്ചു വെച്ചാൽ. അങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടായി, ഞാൻ പ്രസവിച്ചു. പക്ഷെ ആ സമയത്ത് എൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ജീവൻ വട്ടമിട്ട് കഴുകന്മാർ പറക്കുന്ന പോലെ ശ്രീകാന്തിൻ്റെ ഗുണ്ടകൾ ഞങ്ങളെ വലം വെച്ച് കൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒരു വേല ചെയ്തു. അതായത് റെക്കോർഡ്സ് അനുസരിച്ചിട്ട് തരുണിൻ്റെ കുഞ്ഞായിട്ടാണ് ആക്കിയത്. എന്നിട്ട് വേദ പോലും അവിടെ അഡ്മിറ്റ് ആയ ആ ഒരു പേര് പോലും ഹോസ്പിറ്റലിലില്ല, പേര് വരെ ചേഞ്ച് ചെയ്തു. ഇതൊക്കെ കേട്ടിട്ട് ശങ്കരനാരായണൻ പറഞ്ഞു, മോളെ നീ ഇതെന്തൊക്കെയാ കാണിച്ചത്? അച്ഛാ, എനിക്കതല്ലാണ്ട് മറ്റൊരു നിവർത്തിയില്ല, എങ്കിൽ ഇന്നിപ്പോൾ ഞാനോ എൻ്റെ മകളോ ജീവനോടെ ഉണ്ടാവില്ല. പിന്നെ അത് മാത്രമല്ല, ഈ കുടുംബത്തിനോട് എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട്. കാരണം എന്നെ ഈ നിലയിൽ എത്തിക്കാനായിട്ട് ആ അമ്മയാണെങ്കിലും അതിൻ്റെതായ രീതിയിലുള്ള എല്ലാ എഫേർട്ടും കൊടുത്ത് എനിക്ക് എല്ലാ ആ ഒരിതും തന്ന് എനിക്ക് അതിൻ്റെതായ സപ്പോർട്ടൊക്കെ തന്ന് എന്നെ ഈ നിലയിൽ എത്തിച്ചത് അവരാണ്. തരുണും നല്ലൊരു സപ്പോർട്ട് ചെയ്തു. പക്ഷെ എൻ്റെ മകളുടെ ജീവിതം അതെനിക്ക് നോക്കണം. പക്ഷെ എന്ന് കരുതിയിട്ട് എനിക്ക് എൻ്റെ വിക്രത്തിൻ്റെ കുഞ്ഞാണ് ഇതെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ശങ്കരനാരായണനോട് വേദ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ശങ്കരനാരായണൻ പറഞ്ഞു, മോളെ നീ വല്ലാത്തൊരു സിറ്റുവേഷനിലാണ്, നമുക്ക് എന്ത് ചെയ്യണം എന്ന് കൂടി അറിയില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ വേദ അച്ഛനുമായിട്ട് ആലോചിച്ച് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാണ്. അങ്ങനെ ഇതിനിടയിൽ നമ്മുടെ വിക്രത്തെയും അതുപോലെ തന്നെ മോളെയും ആക്രമിക്കാനായിട്ട് നമ്മുടെ ദേവരാജന്റെ ഗുണ്ടകളൊക്കെ അയക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് ഈ ആക്രമത്തിൽ നമ്മുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തിയിട്ട് നമ്മുടെ വിക്രത്തിന് ഒരു കുത്ത്, ഇങ്ങനെ കത്തി കൊണ്ടൊരു കുത്ത് ഏൽക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മുറിവേറ്റ് വിക്രം ഹോസ്പിറ്റലിലോട്ടൊക്കെ പോകുന്നുണ്ട്. ആ സീനും കാര്യങ്ങളും ഇതിനിടയിൽ വരുന്നുണ്ട്. വേദ വിക്രത്തെ കാണുന്നുണ്ട്, വിക്രത്തിനോട് സത്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുമുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് ഇനി വരുന്ന അടുത്ത ആഴ്ചയിലെ ഏകദേശ പ്രമേയം കാര്യങ്ങളും. അതുമാത്രമല്ല നമ്മുടെ സുധാകരൻ മാഷിനെ കാണാനായിട്ട് വേദ വിക്രം താമസിക്കുന്ന ആ വീട്ടിലോട്ട് വരുന്നുണ്ട്. അപ്പൊ അവിടെ എത്തുമ്പോൾ അതായത് വിക്രത്തിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നെയാണ് കേട്ടോ സുധാകരൻ മാഷുമായിട്ടുള്ള ഒരു മീറ്റിംഗ് വരുന്നത്. അവിടെ ചെല്ലുമ്പോൾ വിക്രമും ആ വീട്ടിലെ അപ്പുറത്ത് താമസിക്കുന്ന പെൺകുട്ടിയായിട്ട് ഭയങ്കര ഒരു ഡീപ്പ് രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയും കളി പറയണേ കണ്ടപ്പോൾ വേദ പോലും വിചാരിച്ചു പോയി ചിലപ്പം വിക്രം ഇനി വേറെ വിവാഹം കഴിച്ചോ എന്നൊക്കെയുള്ള ഒരു ചിന്ത വേദയുടെ ഉള്ളിലും വന്നു. അങ്ങനെയൊക്കെയുള്ള ചില സീനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ പവിത്രത്തിൽ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നാളെ വരുന്ന നമ്മുടെ പവിത്രം സീസൺ 2ന്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് തന്നെ അറിയാം അല്ലേ. അപ്പൊ എല്ലാവരും നമ്മുടെ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രോ പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോ ഏകദേശം വരുന്ന ഒരു പ്രഡിക്ഷൻ കൂടെയാണ്. അപ്പൊ പിന്നെ നമുക്ക് പ്രൊമോ വരുന്നുണ്ടല്ലോ, ഇടയ്ക്ക് കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ ഇതിൽ ഏഷ്യാനെറ്റില്. അപ്പൊ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇൻട്രോ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് ഒക്കെ ആയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്യാണ്ട് കേൾക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഒപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ശുഭദിനം പറഞ്ഞുകൊണ്ട് തന്നെ നിർത്തുന്നു. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.